ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുള്ള സ്വാഗതം. ഇത്രയും ഭംഗിയുള്ള നമ്മൾ ആമ്പൽ ഉദ്യാനത്തിൽ എത്തിയിട്ട് ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും വലിയൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ ഇലകളെല്ലാം ഇതുപോലെ പുഴുക്കൾ വന്നിരുന്നു. അതൊരു ടൈപ്പ് പുഴുവാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പുഴുവുണ്ട്. ജസ്റ്റ് ഇത് എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പുഴു നമുക്ക് പേഴ്സണലി നമുക്ക് എടുത്ത് കളയാൻ വളരെ പാടാണ്. ഇത് പെട്ടെന്ന് തന്നെ ഇത് വ്യാപിക്കും. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആ പുഴുവിന് കൈവച്ചെടുക്കാൻ കുറച്ച് പാടാണ്. വീഡിയോ ആയതുകൊണ്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാണ്. കണ്ട, അതിനകത്തിരുന്നതാണ് ആ പുഴു. ഈ പുഴുക്കൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, ഇതിനകത്തിരിക്കുന്ന ഈ ഒരു പുഴു ഇതുപോലെ നമ്മളതിൽ ചില ആമ്പലുകളെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയും. ഇവിടെയൊക്കെ ഇതിലുണ്ട് ആ പ്രശ്നം. ഇതിൽ പിന്നെ നമ്മൾ ഒച്ചിൻ്റെ പ്രശ്നമുണ്ട്, രണ്ടും ഉണ്ട് ഇതിൽ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്കത് പിന്നെ നമ്മുടെ ഈ താമരകൾക്ക് അതിൻ്റെ മുകളിലുള്ള ഇതുപോലെ ഇലയൊക്കെ കടിച്ച് കളയുന്നൊരു പ്രോബ്ലം. ഇതിനെല്ലാം ഒരു സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് വാട്ടർ ലിലീസ് ഉണ്ട്. അത്യാവശ്യം നല്ല കുറേ പുതിയ വെറൈറ്റീസ് ഇപ്പോൾ എല്ലാം ഫ്ലവറായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇവിടെ കാണപ്പെടുന്ന ഈ വാട്ടർ ലിലീസ് എല്ലാം ഫ്ലവറായി നിൽപ്പുള്ള വാട്ടർ ലിലീസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഓരോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ പുതിയ ഫ്ലവേഴ്സ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുള്ള വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എത്തിയത് നമ്മുടെ എങ്ങനെയാണ് നമ്മളിതിന് ഈ മരുന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു സ്പ്രെയർ വേണം. ആ സ്പ്രെയറിലേക്ക് ഞാൻ എടുത്തതിൽ എല്ലാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മരുന്ന്. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെങ്കിൽ ഡയറക്റ്റ് മേടിക്കാം. ഇതിലുള്ള ഈ കോമ്പൗണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ലാംഡ എന്തോ ഒരു കറക്റ്റ് പേര് പിടിയില്ല. ജസ്റ്റ് ഞാനിത് ഇതിൻ്റെ കറക്റ്റ് പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മേടിച്ചാൽ മതി. ഇത് അത്യാവശ്യം കൊള്ളാം. 100 ml ആണുള്ളത്. 100 ml അത്യാവശ്യം ഒരു റേറ്റ് ഒരു 100-150 വരും ഇതൊരെണ്ണം. ഇത് നമുക്ക് കുറേ പ്രാവശ്യം യൂസ് ചെയ്യാം. നമ്മളിതിൽ ഇത് 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ 1 ലിറ്റർ വെള്ളം കണ്ട, നമ്മൾ എടുക്കുന്ന 1 ലിറ്റർ വെള്ളത്തിൽ നമുക്കിത് 2 ml ആണ്. ഞാൻ 2 ml എടുത്തു. 2 ml നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കണ്ട, വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് പുറത്ത് പോയേ സോറി. ഓക്കെ, ഇങ്ങനെ ഒരു വെള്ള കളറിലല്ല വരും പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഏകദേശം തീ നോക്കി കണ്ട, ആ ഒരു വെള്ള കളർ ഒരു വല്ലാത്തൊരു മണമാണ് ഇതിന്. എന്നിട്ട് നമ്മൾ വളരെ കെയർഫുള്ളാണ്. ഞാനിപ്പോൾ ഈ സിറിഞ്ച് വെച്ച് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ സിറിഞ്ച് എടുക്കാതെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് കയ്യിലാവും. ഇത് കയ്യിലാവുന്ന കുറച്ച് നല്ലതല്ല. ഇതൊക്കെ കെമിക്കൽസാണ്. നമ്മുടെ കയ്യിലൊക്കെ ഡയറക്റ്റ് ആയിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് കെയർഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യുക. കയ്യിലാവരുത് ഇത് എടുക്കുമ്പോൾ. ഓക്കെ, അതെല്ലാവർക്കും അറിയാം. കെമിക്കൽ നമ്മൾ എന്ത് യൂസ് ചെയ്താലും മാക്സിമം കയ്യിലാവാത്ത രീതിയിൽ. ഇനി അതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അവിടെ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് നമുക്ക് നമ്മളെ പ്ലാന്റ്സിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളെ പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് ആദ്യം ആ രോഗാവസ്ഥയിലിരുന്ന പ്ലാന്റിൻ്റെ അടുത്തേക്ക് പോവാം. ഇത് ഞാൻ ഇത് എല്ലാവർക്കും കൊടുക്കും വല്ലപ്പോഴും. ആ പ്ലാന്റ് ശ്രദ്ധിച്ചിട്ട് ആ പ്ലാന്റിന് കണ്ട, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. മീൻ ഇട്ടിരിക്കില്ല. നിങ്ങൾ മീൻ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ലായിട്ടുള്ള മീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അത് കാണില്ല, ചത്തു. അതുപോലെ ഞാൻ ഇടയ്ക്ക് ഇതിൽ വീണ്ടും പ്രശ്നം ഉള്ളത് നമ്മൾ പ്ലാന്റ് നോക്കി നടക്കും. പ്രശ്നമുള്ള പ്ലാന്റിന് കൂടുതലായിരിക്കും. ഞാനിപ്പോൾ ഇത് നമ്മൾ ഒരിക്കൽ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ഐ തിങ്ക് നമുക്കിതൊരു 3-4 ദിവസത്തേക്ക് യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ അടച്ചല്ലേ വെച്ചേക്കുന്നത് ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഒരിക്കൽ എടുക്കുന്നതിനെ ചിലപ്പോൾ ആ ഒരു വീക്കിലൊക്കെ യൂസ് ചെയ്യും. കണ്ട, ഇതിനൊക്കെ നമുക്കിങ്ങനെ കൊടുക്കാം. ഇതിനെല്ലാം കൊടുത്തു. ഇനി ഐ തിങ്ക് അവിടെ പ്രോബ്ലംസ് ഉള്ള എല്ലാ പ്ലാന്റ്സിനും നമുക്ക് കൊടുക്കാം. പ്രോബ്ലംസ് ഇടയ്ക്ക് ഉണ്ടായിരുന്ന പ്ലാന്റ് ഇതിനൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച അടിച്ചു കൊടുത്തു. ഓക്കെ ആയി ആ ടൈപ്പ് പ്ലാന്റൊക്കെ. അതാണ് ഞാൻ വീണ്ടും ജസ്റ്റ് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണും. ഇത് പ്രോബ്ലം നമ്മളിപ്പം ഈ ഒരു പ്രശ്നം ചിലർ വിചാരിക്കും ഇതിലുണ്ട്. കണ്ട, ഇതിലുണ്ട് ആ ഒരു പ്രോബ്ലം. കണ്ട, ഞാൻ കാണിച്ചു തരാം ഒരിക്കൽ. ജസ്റ്റ് ഇതാണ് ആ പ്രോബ്ലം. കണ്ട, ഇതുപോലെ നിറച്ച് പടരും. ഓക്കെ, ഇത് പടർന്ന് നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, ഒന്നിനല്ലേ ഉള്ളൂ. പക്ഷേ നമുക്കിത് ഒന്നിലല്ല, അടുത്തടുത്താണ് എൻ്റെ ആമ്പലുകളെല്ലാം ഇരിക്കുന്നത്. ഈ മഴ സമയമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വ്യാപിക്കും. കാരണം മഴ സമയത്തിൻ്റെ വെള്ളം തുള്ളി ഓരോന്നിലേക്ക് വീഴുമല്ലോ. അങ്ങനെ വീഴുന്ന സമയത്ത് സ്പ്രെഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. പണ്ടൊരു സമയത്ത് ഇതിങ്ങനെ സ്പ്രെഡ് ആകുമ്പോൾ ഞാൻ എല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് വൻ കഷ്ടമായിരുന്നു. മണ്ണ് നഷ്ടം, പിന്നെ നമുക്ക് ധനഹാനി മാനഹാനി എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര കഷ്ടമായിരുന്നു അത്. ഓക്കെ,
അപ്പോൾ ആ ഒരു പ്രോബ്ലം ഞാൻ റെസിസ്റ്റ് ചെയ്തത് ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ്. ഈ കെമിക്കൽ ഇത് യൂസ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പാടാണ്. കാരണം ഞാൻ കെമിക്കൽ യൂസ് ചെയ്യുന്നതിനോട് വലിയൊരു വിരോധിയായിരുന്നു. പക്ഷേ ഇതില്ലാതെ പറ്റണില്ല. കഷ്ടമെന്ന് പറഞ്ഞാൽ വൻ കഷ്ടമാണ്. സോ അതാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ കാരണം. പിന്നെ നമുക്ക് ചെറിയ തരത്തിലുള്ള കീടങ്ങളൊന്നും വരില്ല ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഞാൻ പിന്നെ ഇത് ചുമ്മാ എല്ലാവർക്കും ഒരിക്കൽ വല്ലപ്പോഴൊക്കെ ഒന്ന് കലക്കുമ്പോൾ കൊടുക്കും. പിന്നെ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയും കൂടെയാണ്. പിന്നെ ഒരെണ്ണത്തിനാണ് പ്രശ്നം ഞാൻ കണ്ടത്. വേറെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇവിടെയൊന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്യുക. 100% ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് സെറ്റാവും. കാരണം ഞാനിവിടെ യൂസ് ചെയ്ത് എൻ്റെ പ്ലാന്റ്സിനൊന്നും ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ വരും. പിന്നെ നമ്മളിത് ജസ്റ്റ് കൊടുക്കും. ഇനിയിപ്പോൾ എന്തായാലും കലക്കിയില്ല. ഇതിനിപ്പോൾ അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൽ മൊത്തം അത് ഇൻഫെക്റ്റഡ് ആയിരുന്നു. ഇതിലിടയ്ക്ക് മൊത്തം ഇൻഫെക്റ്റഡ് ആയിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് റെഡിയായി. ഇനി എന്നാലും കുറച്ചുകൂടെ ഉണ്ട് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്. ഇതിലൊക്കെ അതാണ് മൊത്തം ആ ഒരു ഇത് ആ ഒരു പുഴുക്കളാണ്. ഇതിലും വലിയ കുഴപ്പമില്ല. പിന്നെ ഒറ്റ വലിയ പ്രശ്നമാണ്. ഇതെല്ലാം നമ്മളിലുള്ള വാട്ടർ പ്ലാന്റ്സ് പല വെറൈറ്റീസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മേടിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കാണിച്ച ഈ വാട്ടർ ലിലീസ് ഏതെങ്കിലും മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9809806874 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത ഈ ഒരു ടിപ്പ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് വരുന്നൊരു സമയം നമുക്ക് മഴ സമയത്തൊക്കെയാണ് കൂടുതൽ സ്പ്രെഡ് ആവുന്നത്. അല്ലാത്ത സമയത്ത് ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതുപോലെ എന്തെങ്കിലും മേടിച്ച് വച്ചിരുന്നിട്ട് ഇപ്പോൾ ഇത് 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ 2 ml ആവശ്യമാണ്. നിങ്ങൾക്ക് നിറച്ച ആമ്പലൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു 50 ml വെള്ളം എടുക്കുക. 50 ml വെള്ളം എടുക്കുമ്പോൾ ഞാനിപ്പോൾ 50 ml വെള്ളം എടുക്കുമ്പോൾ നമ്മൾ 1 മില്ലി മറ്റേ അതിനെ സിറിഞ്ച് കാണിച്ച പോലെ അതിൽ 1 എടുത്താൽ മതി. ഒരു ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ 1/2 ലിറ്റർ വെള്ളം എടുക്കുമ്പോൾ 1/2 ലിറ്റർ 1/2 ലിറ്റർ അതാണ് 50 മില്ലി എന്ന് പറയുമ്പോൾ നമുക്കതിൽ 1 ml എടുക്കുക. 1 ml നമ്മൾ ഒരു ഇതെടുക്കുക. അതിൻ്റെ ഞാൻ ക്വാണ്ടിറ്റി ഡിസ്ക്രിപ്ഷനിൽ കറച്ച് കൊടുത്തിരിക്കുക. നമ്മൾ 1 ലിറ്റർ ആണെങ്കിൽ 2 ml. അത് നിങ്ങൾക്ക് കുറച്ചാൽ മതിയല്ല, അറിയാം. 50 ml ആകുമ്പോൾ നമ്മൾ 1 ml എന്നുള്ള ആ ഒരു കണക്കെടുത്തതിന് ശേഷം, കണക്ക് തെറ്റിപ്പോയില്ല. ഓക്കെ, ആ ഒരു ലെവലിൽ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. എൻ്റെ ഈ മഞ്ഞ ഇതിലൊക്കെ ഈ മഞ്ഞ ഒരു സ്നോ ഫ്ലെക്സ് ഉണ്ട്, അതെല്ലാം ഫുള്ള് പോയിരുന്നതാണ്. പിന്നെ ഈ മരുന്ന് യൂസ് ചെയ്ത് ഓക്കെ ആയി. ഞാൻ ഈ മരുന്ന് ഏകദേശം ഒരു 6 വർഷമല്ല, ഒരു 3 വർഷത്തോളമായി ഞാനിത് യൂസ് ചെയ്യുന്നു. ഈ സെയിം ബോട്ടിലല്ല, വേറെയും ബോട്ടിൽ. ഇത് നമുക്ക് ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് അതിലുണ്ടാവും. അത് എൻ്റെ ഒരു യൂസിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വീഡിയോ ഇവിടെ നിർത്തുന്നു. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കുറച്ച് നമുക്ക് എല്ലാ വീഡിയോസിലും കുറച്ച് ആമ്പലുകൾ കാണിച്ചു തരണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ആമ്പലുകൾ കാണാം. അപ്പോൾ ഇത് നമ്മളിലുള്ള പർപ്പിൾ ജോയി, ഇതൊക്കെ എല്ലാം സെയിലിനുള്ളതാണ്. ഇത് കണ്ട ബുൾസൈ ഉണ്ട്, അത്യാവശ്യം നല്ല ഫ്ലവർ ഔട്ട് ഇരിപ്പുണ്ട് നിറച്ച്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം എല്ലാം നല്ല പൂക്കളുണ്ട്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ആളെയൊക്കെ വിട്ട് പണിയൊക്കെ ചെയ്യിപ്പിച്ച് നമ്മൾ കുറേ പോണ്ടൊക്കെ എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അത്യാവശ്യം നിറച്ച് പൂക്കൾ വരുന്നുണ്ട്. എല്ലാം ആ ഒരു ഭാഗത്തൊക്കെ പൊക്കഴിഞ്ഞാൽ ഫുള്ള് പൂക്കളാണ്. അവിടെ നിന്ന് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് ഈ പൂക്കളെല്ലാം കാണുമ്പോൾ. ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ്, ഇതിലെല്ലാം ഞാനിപ്പോൾ കുറച്ച് ഓരോക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല പൂക്കൾ കിട്ടുന്നത്. കണ്ട, അത് ബ്ലൂ വിസിൽ, ഇത് ടിന, പിന്നെ നമ്മളെ ട്രോപ്പിക്കൽ സൺസെറ്റ്. ഇതൊക്കെ നമ്മളതിൽ വെറും 150 ഫ്ലവറുള്ള പ്ലാന്റ്സ് 150 ഉള്ളൂ. 100-നൊക്കെയുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇത് മിറഗാന്ത, പീച്ച് ബ്ലോ, ഇത് ഡോറിസോൾട്ട്. ഡോറിസോൾട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളതിൽ താമരയൊക്കെ ഇപ്പോൾ നിറച്ച് പൂക്കൾ വരുന്നുണ്ട്. കണ്ടോ, താമരകളൊക്കെ ഇനിയിപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസിലേക്ക് അത്യാവശ്യം നല്ല പൂക്കൾ കിട്ടും. നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. കണ്ട, ഇതൊക്കെ ബ്ലൂ വിസിലാണ്. ഇവിടെ താമരയൊക്കെ നിറച്ച് മുട്ട് വരുന്നു. കണ്ട, വേറൊരു വെറൈറ്റി, അത് ഗാലക്സി. അടുത്തത് ഇവിടെ പിന്നെ നമ്മുടെ സബ്സ്റ്റ്യൂൺ പിങ്ക്. ഇത് ബ്ലൂ വിസിലാണ്. ഇത് സബ്സ്റ്റ്യൂൺ പിങ്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് കളർ കയറി വരുന്നുണ്ട് അത്. പിന്നെ മിയാമി. പിന്നെ ഇത് വന്നിട്ട് ഒരു ആനി എമൽറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം നിറച്ച് പ്ലാന്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇസ്ലാം അറോഡ. ഇതും പൂ നല്ലതായിട്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മളിലുള്ള പിങ്ക് സുവാനയാണ്. പിങ്ക് സുവാന ഇത് നല്ല നീഡിലി പോലെ വരുന്നൊരു പൂവാണ്. നോർമൽ പൂവല്ല, നല്ല നീഡിലി പോലെയാണ്. അതിൻ്റെ ലീവ്സാണ്, നല്ല നീഡിൽ ലീവ്സാണ് അത്. പിന്നെ നമ്മൾ ഡൗബൻ അത്യാവശ്യം വെയിലില്ലെങ്കിൽ പോലും നല്ല കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഡൗബൻ. അവിടെ വീണ്ടും താമരകൾ. പിന്നെ ആമ്പലുകളിൽ വീണ്ടും മഞ്ഞ ആമ്പലുകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇനി എല്ലാം കാണിച്ച് ഈ വീഡിയോ കൂടുതൽ ഞാൻ നീളുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇതിലുള്ള മൊത്തം പ്ലാൻസൊക്കെ ജസ്റ്റ് കാണണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റുകളൊക്കെ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ.